ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2 11ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകൾ ലൈക്ക് ഔട്ടിൽ ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ പെണ്ണിന്റെ തല മുറിഞ്ഞ് താഴേക്ക് വീഴുന്നു. അതുകൊണ്ട് അവിടെയുള്ള ബാക്കിയുള്ള ഹണ്ടർ ശ്രദ്ധിക്കേ, അത് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അവന്റെ തലയും മുറിഞ്ഞ് താഴെ വീണു. അപ്പൊ അവിടെ നിന്ന് പോകുന്ന ആ ജീവിയുടെ പുറകെ ബാക്കിയുണ്ടായിരുന്ന ആ ജപ്പാൻ ഹണ്ടർ പോകുന്നു. എന്നിട്ട് അവൻ വാളെടുത്ത് അതിനെ വെട്ടാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ തലയും താഴെ വീണു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് 3 എസ്ട്രാങ് ഹണ്ടേഴ്സ് മരിച്ചുപോയി. ഇവിടെ ഇപ്പോൾ ഉറുമ്പുകളുടെ കൂട്ടിൽ ഹണ്ടർ മാ ഉറുമ്പുകളുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാഹീൻ പെട്ടെന്ന് ചാടി വന്ന് അവളുടെ കത്തി കൊണ്ട് ആ ഉറുമ്പിനെ വെട്ടിക്കേറി. ഈ ഉറുമ്പിന് നല്ല ശക്തിയുണ്ട് എന്ന് ചാഹീൻ. അത് കേട്ട് മാ, അതേ നമുക്ക് ഭാഗ്യമുണ്ട്, ഇവിടെ ഒരുപാടൊന്നും ഇനി ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ പുറകിൽ നിന്ന് സഹായിക്കാം എന്ന് ബ്യോഗു പറയുന്നു. അത് കേട്ട് യൊൻഹോ അവനോട്, നിന്നെ പോലെ ഫൈറ്റ് ചെയ്യാൻ പേടിയുള്ളവനാണോ ഈ പറയുന്നത്? അതിരിക്കട്ടെ യൊൻഹോ, ഇത് നിന്റെ ആദ്യത്തെ മിഷനാണോ? ഇവറ്റങ്ങൾക്ക് തലയില്ലെങ്കിലും ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നീ ഇവറ്റങ്ങളുടെ കാല് നശിപ്പിക്കണം, അത് നീ മറന്നുപോയോ? ഇപ്പൊ അവിടേക്ക് വരുന്ന ഹണ്ടറിലെയും നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ചാഹൈൻ, നമ്മൾ പോകുന്ന വഴി ശരിയാണ്, കാരണം എനിക്ക് ഇവിടെ നിന്ന് ഒരു പവർഫുൾ ആയ മാജിക് ബീസ്റ്റിന്റെ മണം കിട്ടുന്നുണ്ട്. അപ്പൊ യൊൻഹോ അവന്റെ പവർ ഉപയോഗിച്ച് ആ സ്ഥലം മുഴുവൻ കാണുന്നുണ്ട്, അതുപോലെ ഒളിച്ചിരിക്കുന്ന ക്വീൻ ആന്റിനെയും. എന്നിട്ട് യൊൻഹോ അവരോട്, അത് അവിടെ തന്നെയുണ്ട്, അതിന് ചുറ്റും ഒരുപാട് ഗാർഡ്സും ഉണ്ട്. ആ ഗാർഡ്സിനൊക്കെ എസ്ട്രാങ് ഹണ്ടേഴ്സിന്റെ എത്ര പവർ ഉണ്ടാവും? അതുപോലെ ക്വീൻ ആന്റിന്റെ പവർ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും. എന്നാൽ നമുക്ക് പോവാം എന്ന് യൊൻഹോ പറയുന്നത് കേട്ട് എല്ലാവരും അവിടേക്ക് പോവാണ്. ഇതേ സമയത്ത് പുറത്ത് 2 ജപ്പാൻ ഹണ്ടേഴ്സ് മരിച്ചുപോയ ഹണ്ടേഴ്സിനെ അന്വേഷിച്ചു വരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലൊരു ഹണ്ടർ ആ മരിച്ചുപോയ ഹണ്ടറിന്റെ കണ്ണട അവിടെ കാണുന്നു. പെട്ടെന്ന് അവന്റെ കൂടെയുള്ള ഹണ്ടർ അവിടെ നിന്ന് വരുന്ന ശക്തിയായിട്ടുള്ള മണം സഹിക്കാൻ കഴിയാതെ മുട്ടുകുത്തി പെട്ടെന്ന് അവന്റെ പവർ ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ഐസ് ഉണ്ടാക്കുന്നു. പക്ഷെ ആ ജന്തു ആ ഐസ് പൊട്ടിച്ച് അവരെയും കൊന്നു കളഞ്ഞു. ഇവിടെ മറ്റുള്ള 2 ജപ്പാൻ ഹണ്ടേഴ്സ്, ഹേയ് ചാർലിയുടെ ടീമിന് എന്താ പറ്റിയേ? നീ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, നമുക്ക് ബാക്കിയുള്ളവരുടെ കാര്യം ഓർക്കാൻ ഇപ്പൊ സമയമില്ല, അതുകൊണ്ട് നീ ഇപ്പോഴാണ് ഒന്ന് സീരിയസ് ആവേണ്ടത് എന്ന് അവൾ അവനോട് പറയുന്നു. ഇവിടെ ഇപ്പൊ ഇവര് ആൻ ക്വീന്റെ അടുത്തേക്ക് എത്തി. അവിടെ ആവട്ടെ അതിനെ സംരക്ഷിക്കാൻ ഒരുപാട് ഉറുമ്പുകളുണ്ട്. അടിപൊളി, നമുക്ക് കിട്ടിയത് നല്ലൊരു സ്വാഗതമാണ്, അതുകൊണ്ട് നമുക്കത് തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ബ്യങ്കു. അപ്പൊ ഹണ്ടർമാ, നിങ്ങളുടെ എതിരാളി വന്നടാ എന്ന് പറഞ്ഞു വലുതായി. അപ്പൊ ചോയ് ആവട്ടെ, ഞാൻ സാധാരണ എന്റെ പവർ പുറത്തെടുക്കാറില്ല, പക്ഷെ ഇന്ന് എനിക്ക് അത് മുഴുവൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവിടെയുള്ള ഉറുമ്പിനെ കത്തിച്ചു. അപ്പൊ യൊൻഹോ, അത് ശരിയാണ്, ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഞാൻ ഒളിപ്പിച്ചു വെച്ച എന്റെ ഈ ഫോം ഞാൻ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ കീടങ്ങളെയും ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞ് യൊൻഹോ ഒരു മുഴുവനായിട്ടുള്ള മാജിക് ബീസ്റ്റ് ആയിട്ട് മാറി. ഇപ്പൊ അവിടെയുള്ള ഒരു ഓഫീസറിന്റെ തലയിലെ ക്യാമറ വഴി ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹണ്ടർ മാ തന്റെ ഷീൽഡ് കൊണ്ട് ഒരുപാട് ഉറുമ്പിനെ അടിച്ചു നിരത്തി. അതുപോലെ ഹണ്ടർ ലിം അമ്പ് വിട്ട് ഒരുപാട് ഉറുമ്പിനെ കൊല്ലുന്നുണ്ട്. ബീസ്റ്റ് ഫോമിലേക്ക് മാറിയ യൊൻഹോ അവന്റെ കൈ കൊണ്ട് എല്ലാത്തിനെയും വെട്ടിക്കീറി. ഹണ്ടർ ചോയ് എല്ലാ ഉറുമ്പിനെയും കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാഹീൻ അവളുടെ വാളുകൊണ്ട് എല്ലാത്തിനെയും വെട്ടിക്കൊല്ലുന്നുണ്ട്. അതിന്റെ അവസാനം എല്ലാവരും ചേർന്ന് അവിടെയുള്ള മുഴുവൻ ഉറുമ്പിനെയും കൊന്നു. എന്നിട്ട് അവർ ക്വീൻ ആന്റിനെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അത് അവർക്ക് നേരെ വിഷം തുപ്പി. അപ്പൊ പുറകിൽ നിന്ന് ബ്യങ്കു, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നേരം നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് പോയിസൺ ആയ അവരെ സഹായിക്കുന്നു. ശേഷം ചോയ് അവന്റെ പവർ ഉപയോഗിച്ച് ക്വീൻ ആന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതൊരു വലിയ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ക്വീൻ ആന്റ് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. അത് കണ്ട് ചോയും ലിമ്മും അതിനെ വിടല്ലേ എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. ശേഷം ഓടി വന്ന മായും യൊൻഹോയും ആ ഉറുമ്പിന്റെ കാല് പിടിച്ചു വെച്ചു. എന്നിട്ട് ചാഹൈനോട് വരാൻ പറയുന്നു. അത് കേട്ട് ചാഹൈൻ പെട്ടെന്ന് ഓടി വന്ന് ആ ഉറുമ്പിന്റെ കാല് മുഴുവൻ വെട്ടി താഴെയിട്ടു. അവസാനം അവളുടെ വാളുകൊണ്ട് ചാടി വന്ന് ക്വീൻ ആന്റിന്റെ കഴുത്ത് വെട്ടി. മുറിഞ്ഞു പോകുന്ന ക്വീൻ ആന്റിന്റെ തല നിലത്തേക്ക് വീണു. ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും സന്തോഷിക്കുന്നു. അപ്പോൾ ചെയർമാൻ ബൂവിനോട്, നമ്മളത് അവസാനം സാധിച്ചു എന്ന് പ്രസിഡന്റ് ഗോ പറയുന്നു. ഇവിടെ ഇപ്പൊ ഉറുമ്പിന്റെ കഴുത്ത് വെട്ടിയ ചാഹൈ, ഇത് അവസാനം കഴിഞ്ഞു അല്ലേ? അതെ, നമ്മൾ ഈ ക്വീൻ ആന്റിന്റെ തല വെട്ടിയതുകൊണ്ട് 1 വർഷത്തിനുള്ളിൽ ബാക്കിയുള്ള എല്ലാ ഉറുമ്പുകളും ചത്തുപോയിക്കോളും. അങ്ങനെ ഈ സ്ഥലം മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറും. അത് കേടി യൊൻഹോ, പക്ഷെ അത് അവസാനം ഉണ്ടാക്കിയ ആ ശബ്ദം എന്താ നീ പറയുന്നേ? നമ്മൾ ആ ക്വീൻ ആന്റിനെ കൊന്നു, നമ്മൾ യുൻസോക്കിന് വേണ്ടി പ്രതികാരം ചെയ്തു എന്ന് ബ്യങ്കു യൊൻഹോയുടെ തോളത്ത് കൈയിട്ട് പറയുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷിക്കുകയാണ്. അവരെല്ലാവരും അത് അവസാനം ചെയ്തു. പക്ഷെ ഇപ്പൊ അവർക്കൊരു പ്രശ്നമുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് ആ ഉറുമ്പുകൾ മുഴുവൻ ഇപ്പൊ തിരിച്ചതിന്റെ കൂട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ പുറത്ത് നിൽക്കുന്ന ഗോട്ടോ, എന്താ സംഭവിക്കുന്നേ? റിപ്പോർട്ട് കളക്ട് ചെയ്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അയക്ക്. ഇപ്പൊ ആ ഉറുമ്പുകളെല്ലാം ചേർന്ന് ചോയ് മുകളിൽ മാജിക് പവർ കൊണ്ട് ഉണ്ടാക്കിയ ഗേറ്റ് പൊട്ടിച്ച് താഴേക്ക് വരുന്നു, തിരിച്ചതിന്റെ കൂട്ടിലേക്ക്. അത് കണ്ട് ചോയ്, ഇതെങ്ങനെയാ സംഭവിക്കുന്നേ? ഇവറ്റങ്ങൾ എങ്ങനെ ഇത്രയും പെട്ടെന്ന് വരുന്നത്? ചിലപ്പോ അത് ആ ക്വീനിന്റെ അലർച്ച കൊണ്ടായിരിക്കും, പക്ഷെ എങ്ങനെ പുറത്തുള്ള ഉറുമ്പുകൾക്ക് മാസ്റ്ററിന്റെ മാജിക് എങ്ങനെ പൊട്ടിക്കാൻ പറ്റും എന്ന് ചാഹയും പറയുമ്പോ അവിടേക്ക് എന്തോ ഒന്ന് വരുന്നു. കറുത്ത ഉറുമ്പോ? അപ്പൊ ആ ഉറുമ്പിന്റെ അകത്ത് നിന്ന് വരുന്ന പവർ കാരണം ചാഹയിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതിന്റെ മണം അവളെ ഞെരുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഇതൊരു സാധാരണ മാജിക് ബീസ്റ്റ് അല്ല, മടിച്ചു നിൽക്കാൻ സമയമില്ല, അതിനെ പെട്ടെന്ന് തന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് ഹണ്ടർ മാ മുന്നിലേക്ക് വരുമ്പോ ആ ഉറുമ്പ് അയാളെ മറികടന്ന് ചത്ത് കിടക്കുന്ന ക്വീൻ ആന്റിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ ക്വീൻ ആന്റിനെ അത് തിന്ന് അലറി വിളിക്കുന്നു. പെട്ടെന്ന് അവര് പോലും കാണാത്ത സ്പീഡില് അത് ചാഹേന്റെ പുറകിൽ വന്ന് അവളെ അടിച്ച് തെറിപ്പിച്ചു. അത് കണ്ട് ഹണ്ടർ മാ, നിനക്ക് ഞാൻ
ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ആ ഉറുമ്പിനെ അടിക്കുമ്പോൾ അത് അയാളുടെ കൈ പഞ്ച് ചെയ്ത് മുറിച്ചു കളഞ്ഞു. അവിടെ നിർത്താതെ ഹണ്ടർമാൻ മറ്റേ കൈ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പെട്ടെന്ന് ആ ഉറുമ്പ് അടുത്ത കൈയും പറിച്ചെടുത്തു. എന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ ഓടി വരുന്ന യൊൻഹോയെ നെഞ്ച് വെട്ടി മുറിവാക്കി. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ചോയയെയും അത് അതിന്റെ കൈ കൊണ്ട് വെട്ടി. അപ്പൊ ലിം അതിന് നേരെ അമ്പ് വിടുന്നു. പെട്ടെന്നത് ആ അമ്പ് പിടിച്ച് പൊട്ടിച്ച് ലിമ്മിനെ ഓടി വന്ന് അടിച്ചു. എന്നിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രണ്ട് കൈയും ഹീലായി വന്ന മാ അതിനെ തടഞ്ഞു. ഇൻവിസിബിളായി നിന്ന് അവരെ ഹീൽ ചെയ്യുന്ന ബെങ്കുവിന് ഒരടി പോലും അനങ്ങാൻ കഴിയില്ല. മാ എത്ര അറ്റാക്ക് ചെയ്തിട്ടും അതിനെ തൊടാൻ പോലും കഴിയുന്നില്ല. പെട്ടെന്ന് ആ ഉറുമ്പ് മായയുടെ കാല് പിടിച്ച് അയാളെ നിലത്തിട്ട് വീണ്ടും വീണ്ടും അടിക്കുന്നു. ശേഷം അത് ബെങ്കുവിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ വയറിലേക്ക് അതിന്റെ കൈ കുത്തിയിറക്കി. അത് കാണുന്ന യൊൻഹോ ബ്യോങ്കു എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. യൊൻഹോ ഇവിടെ നിന്ന് ഓടിപ്പോ എന്ന് ബ്യോങ്കു പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ ഉറുമ്പ് അവന്റെ തല കടിച്ചു തിന്ന് അവനെ കൊന്നു. അതുകൊണ്ട് ദേഷ്യം വരുന്ന യൊൻഹോ അതിനെ ചാടി വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്നിട്ട് അവന്റെ കഴുത്ത് ഞെരുക്കി. ഇവിടെ നിന്ന് ഓടിപ്പോ യൊൻഹു എന്ന് ബ്യോങ്കു പറഞ്ഞതുപോലെ ആ ഉറുമ്പ് പറയുന്നു, നിങ്ങളെല്ലാവരും വീക്കാണ്. ഞങ്ങളുടെ ക്വീൻ ആൻഡ് മരിച്ചുപോയി. അതിന് പകരം നിങ്ങളെ കൊല്ലുന്നത് ശരിയല്ല. എവിടെ നിങ്ങളുടെ രാജാവ്? പുറത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തനുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ഉറുമ്പ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നു. അപ്പൊ യൊൻഹോ പുറത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തനോ? അവൻ ഗോട്ടോയുടെ അടുത്തേക്കാണോ പോകുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും ഇപ്പൊ സമയമില്ല. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇപ്പൊ അവിടേക്ക് ഒരു കൂട്ടം ഉറുമ്പുകൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറന്നു വരുന്നുണ്ട്. ഇപ്പൊ ഓടി വരുന്ന ഗോട്ടോയോട് അവന്റെ കൂടെയുള്ള ആള് എന്തോ സംഭവിക്കുന്നുണ്ട്. ചാർലിയും ഡെൽറ്റയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് കേട്ട് ഗോട്ടോ, ബ്രാവോ, ചാർലിയും ഡെൽറ്റയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? അതിനപ്പുറത്തുള്ള ആള് ഇല്ല, ഞങ്ങളുടെ കണക്ഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി നോക്കണോ? ഹേയ് വേണ്ട, ഞങ്ങളിപ്പോ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ജോലി തീർത്തിട്ട് പറഞ്ഞ സ്ഥലത്തേക്ക് വാ. ശേഷം അവിടെ എത്തുന്ന ഗോട്ടോ മരിച്ചു കിടക്കുന്ന അവന്റെ ആൾക്കാരെ കണ്ടു. അപ്പോൾ അവരെ ഒരാൾ വിളിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞ സമയത്ത് വിളിക്കാതിരുന്നേ? അതിന് ഗോട്ടോ അയാളോട് ഇവിടെ കുറച്ചുപേര് മരിച്ചുപോയി, പ്രശ്നമല്ലാത്ത ഉറുമ്പിനെ കൊല്ലണമെന്ന് നീ അവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ എന്ന് അയാൾ പറയുമ്പോൾ അവര് കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് ഗോട്ടോ അയാളോട് പറയുന്നതിന് തിരിച്ച് കുഴപ്പമില്ല, നിന്റെ അടുത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെ എനിക്ക് കിട്ടി. അവിടെ വെച്ച് ഇനി കുറച്ചാൾക്കാർ മരിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല. അതുപോലെ അവരാ ക്വീൻ ആന്റിനെ കണ്ടോ? അവരതിനെ കണ്ടു. പക്ഷെ ബാക്കിയുള്ള ഉറുമ്പുകൾ ഇപ്പൊ അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട അയാള് അവര് ജീവിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അവര് രക്ഷപ്പെടാനുള്ള സാധ്യത 0% ആണ്. അത് കേട്ട അയാൾ ഗോട്ടോയോട് അങ്ങനെ വരട്ടെ, അവരെല്ലാവരും മരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ കടലിലുള്ള നമ്മുടെ സെക്കൻഡ് അസോൾട്ട് ടീം ജെജു ഐലൻഡിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യത്തിന്റെ പവർ നമുക്ക് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ രാജ്യം മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പൊ സമയമായി, അതുകൊണ്ട് എല്ലാവരും തിരിച്ചു വരാൻ നോക്ക് എന്ന് അയാൾ പറഞ്ഞത് കേട്ട് ഗോട്ടോ അവന്റെ ബാക്കിയുള്ള ടീമുമായിട്ട് തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ ഉറുമ്പ് അവന്റെ കൂടെയുള്ളവന്റെ കഴുത്ത് മുറിക്കുന്നത്. അതുകൊണ്ട് ഒരു തരി പോലും പേടിക്കാതെ ഗോട്ടോ, നീ ബ്രാവോയുടെ അടുത്തേക്ക് നിന്ന് അവിടെ നിന്ന് നമ്മുടെ സെക്കൻഡ് ടീമിന്റെ അടുത്തേക്ക് പോ. പക്ഷേ നീ ഇവിടെ നിന്നാൽ അതെനിക്കൊരു ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പോ. അത് കേട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഗോട്ടോയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഉറുമ്പ് നീയാണോ രാജാവ് എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഗോട്ടോ അവന്റെ മനസ്സിലെ സംസാരിക്കുന്ന ഉറുമ്പ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് അത് ശരിയാണ്, ഞാൻ തന്നെയാണ് രാജാവ്. അപ്പോൾ ആ ഉറുമ്പിന്റെ അകത്ത് നിന്ന് വരുന്ന പവർ കണ്ട് ഇതിനു മുമ്പ് ജിൻബുവിന്റെ അടുത്ത് നിന്ന് വന്ന പവർ പോലെ അവന് തോന്നുന്നു. അതേസമയം തന്നെ അവന്റെ കത്തി പൊട്ടി പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാവരും ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകളെ അവരെ കൊണ്ട് കഴിയുന്നത് പോലെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും അറ്റാക്ക് കിട്ടിയ അവർക്ക് ഒരുപാട് കഴിയില്ല. അങ്ങനെ ആ ഉറുമ്പ് മുഴുവൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് ഒരുപാട് ഷാഡോസ് ആ ഉറുമ്പുകളെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് യൊൻഹോ എന്താ ഇത്, ഈ ബ്ലാക്ക് സോൾജേഴ്സ് എന്ന് പറഞ്ഞ് ഷോക്ക് ആവുകയാണ്. ഇതേ സമയം ഏതോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലിരിക്കുന്ന നമ്മുടെ ജിൻബു എക്സ്ചേഞ്ച് എന്ന് പറയുന്നു. അങ്ങനെ ഈ സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ അടുത്ത വീഡിയോ ഇതിലേറെ ഒരുപാട് ത്രില്ലിംഗ് ആയിരിക്കും. നമ്മൾ ഇതുവരെ കണ്ടതൊന്നും അല്ല, ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ കഥ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.